വീടിങ്ങനെ ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ നല്ലൊന്ന് കുലുങ്ങി, ഇങ്ങനെ കുലുക്കാണ്. വീട്ടിനുള്ളിൽ വെള്ളം കയറി എന്നല്ല, പിന്നെ ആരും എവിടെ വെളിച്ചമില്ല, ഒന്നുമില്ല, ആരും അറിയില്ല. ഞാനും ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഒരു മണി ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ പറഞ്ഞ് സൗണ്ട് എന്തോ പുറത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കാറ്റാണ്, ഉണ്ടാകുന്നിരിക്കുക പറഞ്ഞു. ഞാൻ എണിച്ചില്ല. പിന്നെ അവൾ ഓടി വന്നിട്ട് പറഞ്ഞ് എണിക്കെന്ന് പറഞ്ഞു. അങ്ങനെ എണിച്ചിട്ട് ഈ വാല് വന്ന് തുറന്നു. ഞാൻ ആദ്യം ടോർച്ച് കയ്യിൽ വെച്ചുകൊണ്ട് ഈ വാല് തുറന്നപാടെ ഒറ്റ അടിയാണ് വെള്ളം അങ്ങോട്ട് മേലേക്ക് ഇവിടം വരെ തെറിച്ച്. അതിൽ പിന്നെ അങ്ങോട്ട് തന്നെ ഓടി ആ കോണി കൂടെ കയറിയിട്ട് മേലെ പോയി നിന്നപ്പോൾ ഇവിടെയൊക്കെ ആകെ മൊബൈൽ വെളിച്ചം മാത്രമേ ഉള്ളൂ. അത് ആ വീട്ടിലത്തെ ഒരു വെളിച്ചമുണ്ട്. ആ വീട്ടിലത്തെ വെളിച്ചം ഇങ്ങോട്ടാണ്. അപ്പോൾ ആ വെളിച്ചത്തിൽ നോക്കുമ്പോൾ മുറ്റത്ത് ഇവിടെ പിന്നെ 2 മരം, അപ്പുറത്തെ മരങ്ങൾ 2 ഇങ്ങോട്ട് വീണ് വെള്ളമാണെങ്കിലും മുട്ട് വരെ വെള്ളം വരുന്നുണ്ട്. വെള്ളം മുകളിൽ നിന്ന് വരികയാണ്. ഞാൻ പറഞ്ഞ് ഉരുൾ പൊട്ടിയതാണ്, അതിന് വരില്ല, നമുക്ക് മേലെ തന്നെ ഇരിക്കുക പറഞ്ഞ് മേലെ ഇരുന്നു. അപ്പോഴത്തേന് പിന്നെ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരിയെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാരെങ്കിൽ 2 ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ വെള്ളം ഉണ്ട് പറഞ്ഞു. അവരതും പറഞ്ഞ് ആ റോട്ടിൽ കൂടെ തന്നെ അങ്ങോട്ട് മേലോട്ട് പോയി 3 ആൾ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞ് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ടാവും. ആ 1 മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കൂടുതൽ വന്നതിലാണ് പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയത്. വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി എന്നല്ല, പിന്നെ ആരും എവിടെ വെളിച്ചമില്ല, ഒന്നുമില്ല, ആരും അറിയില്ല. എവിടെ ഒരു ഇതും കേൾക്കില്ല. ഈ വെള്ളത്തിൻ്റെ ശബ്ദം, ഈ കല്ലൊക്കെ അങ്ങനെ മേലോട്ട് നമ്മൾ പന്ത് തട്ടുമ്പോൾ തട്ടിക്കൊണ്ട് വരിക. കല്ല് തെളിച്ച് കാണുന്നുണ്ട്, നല്ല വലിയ ടോർച്ചും കൂടി അടിക്കുമ്പോൾ കല്ലിങ്ങനെ തെറിച്ച് മേലോട്ട് വീഴുന്നുണ്ട്. ആ വീട്ടിൽ ഞാൻ ഒരു രക്ഷയില്ല, നമ്മൾ വീട് പോകുന്നതാണ് തോന്നുന്നു പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്താക്കി, അപ്പോൾ ഞാൻ ഇങ്ങനെ വിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ ചുമരിലേക്ക് ഇങ്ങനെ ചാരിയപ്പോൾ ചുമര അതിനേക്കായി ഇങ്ങനെ വിറച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പോവുകയാണ്, ഒരു രക്ഷയില്ല, കുട്ടികളൊന്ന് കണ്ടാൽ മതിയായിരുന്നു പറഞ്ഞു. അപ്പോൾ വേഗം ചാരി ഇന്ന് പെണ്ണുങ്ങൾ അപ്പുറത്തെ മേലെ ബാത്റൂമുണ്ട്, ആ ബാത്റൂമിലേക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് മേലെ എന്തെങ്കിലും തട്ടാതിരിക്കണമെങ്കിൽ അവിടെ പോയിരിക്കുക പറഞ്ഞ് അവിടെ പോയിരുന്നപ്പോൾ വീടിങ്ങനെ ഒരു 5-10 മിനിറ്റ് നേരം ഇങ്ങനെ നല്ലൊന്ന് കുലുങ്ങി, ഇങ്ങനെ കുലുക്കാണ്. ആ കുലുക്കത്തിൽ പിന്നെ ഞങ്ങൾ അവിടെ മാറിയിരുന്നത് പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവിടെ ബക്കറ്റിൽ പിടിച്ച് വെച്ച വെള്ളം ഉണ്ടായി. ആ വെള്ളത്തിൽ ഒരു കപ്പ് മുക്കി തന്ന് അത് വെള്ളം കുടിച്ച് അങ്ങനെ തന്നെ ഇരുന്ന് ഞാൻ പിന്നെ വന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ വീടുകളൊന്നുമില്ല. പിന്നെ ഞാൻ വന്ന് ടോർച്ച് അടിച്ച് പിന്നെ ഞാൻ വന്നിട്ട് ഇങ്ങനെ പിന്നെ ഈ എല്ലാ ജനലിൽ കൂടെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം നടന്നിങ്ങനെ ടോർച്ച് ഇങ്ങനെ അടിക്കേണ്ടി ഞാൻ. വീടുകളൊന്നുമില്ല, ആളും എവിടെ ആളുമില്ല, ഒറ്റ ആളും കാണുന്നില്ല, വെളിച്ചോ ഒന്നുമില്ല. അങ്ങനെ പിന്നെ അവിടെ തന്നെ ഇരുന്ന് പിന്നെ നേരം വെളുത്ത് സാറുമാർ വന്നിട്ടാണ് ഈ കോണിത അവർ വന്നിട്ട് എങ്ങനെ മേലെ കയറുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ സൈഡിലൊരു കോണി ഉണ്ട്, ആ കോണി ഇട്ട് വെച്ചേരിന്ന് പറഞ്ഞു. ആ കോണി ഇട്ട് വെച്ചിട്ടാണ് പിന്നെ എന്നെ ഇറക്കിയിട്ട് അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് എന്നെ എടുത്തുകൊണ്ട് പോയി. അതാ പറ്റിയ, ഞാൻ അന്ന് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ 2 ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ആ താഴത്തെ വീട്ടിൽ 4 ആളുണ്ടായി. ആ 6 ആൾ. അവൻ്റെ അമ്മയും പിന്നെ ഭാര്യയും 2 കുട്ടികളും അമ്മായിയും മാമനും അവർ ആ വീട്ടിലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ മൊബൈലിൽ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറയാം ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുക, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കട്ടിൽ മാത്രമേ മുങ്ങാനുള്ളൂ, ബാക്കിയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പിന്നെ വരണ്ടാന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവർ പോയി എന്ന്. പിന്നെ നേരം വെളുത്തപ്പോൾ അവരെ കണ്ട് ഇതിലാണ് കടത്തിയത്. ഇവിടെ വന്നിട്ട് ആദ്യം ഇവിടുന്ന് ഒരു ബോഡി, ആ കാറാണ് മറിച്ചിട്ട് ഇവിടുന്ന് ഒരു ബോഡി എടുത്ത്. അതിൽ പിന്നൊന്നും എനിക്കറിയില്ല. എന്നെ ഏണിയിൽ വെച്ച് കൊണ്ടുപോയി.